അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരും ഉസ്സാറിൽ സലാം അടക്കി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി അസ്ഹാബിഹി അജ്മഈൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. ഖുദ് ബിയദി ഖല്ലത്തി ഹീലതി അദ്രിക്നി യാ ഹബീബല്ലാഹ്. അഊദു ബില്ലാഹിസ് സമീഇൽ അലീം മിനശ് ശൈത്വാനിർ റജീമിൽ ലഈൻ. بسم الله الرحمن الرحيم. إن عدة الشهور عند الله 12 شهرا في كتاب الله منها 4 حرم. صدق الله العلي العظيم. قال سيدنا ونبينا محمد صلى الله عليه وسلم أفضل الصيام بعد رمضان شهر الله المحرم. ബഹുമാനം നിറഞ്ഞ ഉലമാക്കളെ, മുതഅല്ലിമീങ്ങളെ, സ്നേഹമുള്ള രക്ഷിതാക്കളെ, യുവാക്കളെ, സഹോദരിമാരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ദൈർഘ്യമേറിയ വളരെ സമയം നീണ്ടുനിന്ന ഒരു വലിയ ആത്മീയ സംഗമത്തിന്റെ സമാപന സദസ്സിലാണ് നമ്മളിപ്പോ ഉള്ളത്. ഈ സദസ്സിന്റെ ഗൗരവം ഏതാണ്ട് ഇവിടെ പങ്കെടുത്തപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്ന് ഞാൻ ഗ്രഹിക്കുന്നു. നാഥൻ സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ 1440 ഒരു ഹിജ്റ വർഷമാണ് ഇപ്പോ പിറന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഹിജ്റ വർഷപ്രകാരം ഒരു ന്യൂ ഇയർ നമ്മളിലേക്ക് വരികയാണ്. കഴിഞ്ഞു പോയ ഒരു വർഷം സലാം പറഞ്ഞു. മുഹറം എന്ന് പറഞ്ഞാൽ തന്നെ ഹുറും, ബഹുമാനിക്കപ്പെടുന്ന മാസം എന്നാണ് അർത്ഥം. എന്ന് കരുതി മുഹറം 10 കഴിയാതെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന ഒരു ധാരണ നമുക്കുണ്ട്. അത് തെറ്റാണ്. എന്തൊരു സംഗതി മുഹറം 10 കഴിയാൻ കാത്തിരി നിൽക്കേണ്ട ആവശ്യമില്ല. മുഹറത്തിന്റെ പ്രത്യേകത, അന്ന് യുദ്ധം അല്ലാഹു ഹറാമാക്കി. ഒരു ജീവനെയും വേദനിപ്പിക്കാൻ പാടില്ല, ഒന്നും വേദനിപ്പിക്കരുത്. കാരണം മുഹറം ബഹുമാനിക്കപ്പെട്ട മാസമാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഇദ്ദത്തശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റ. അല്ലാഹുവിന്റെ അടുക്കൽ രേഖപ്പെടുത്തിയത് 12 മാസമാണ്. മിൻഹാ 4 ഹുറും. അതിൽ 4 മാസം അതിബഹുമാനിക്കപ്പെടുന്ന മാസമാണ്. അതിൽപ്പെട്ട ഒരു മാസമാണ് മുഹറം എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അതുകൊണ്ട് തന്നെയാണ് മുഹറം മാസത്തിൽ ധാരാളം പുണ്യങ്ങളുണ്ട്. മുഹറം 1 മുതൽ 10 വരെ നോമ്പെടുക്കുന്ന ധാരാളം മാതാപിതാക്കളെ നമ്മുടെ ജീവിതത്തിൽ കാണാൻ കഴിയും. മുഹറം മാസം കടന്നു വന്നാൽ ഒരുപാട് പവിത്രമായ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ശേഖരിക്കാൻ ശ്രമിക്കുന്ന മാതാപിതാക്കളുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മുഹറം 10, മുഹറം 9, താസുആ, ആശൂറാ എന്ന് പറയുന്ന അതിമഹത്തായ 2 ദിവസങ്ങൾ ഈ മാസത്തിൽ കടന്നു വരുന്നുണ്ട്. ചെറുപ്പക്കാര് ശരിക്കും മനസ്സിലാക്കണം. മുഹറം ഇന്ന് 1 താസുആ, തിസ്ആ അതിൽ നിന്ന് വന്നതാണ് താസുആ, മുഹറം 9. അശറ അതിൽ നിന്ന് വന്നതാണ് ആശൂറാ, മുഹറം 10. മുഹറം 9-നും മുഹറം 10-നും നോമ്പ് നിൽക്കുന്നത് അത് ശക്തമായ സുന്നത്താണെന്ന് മാത്രമല്ല, നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അഫ്ളലുസ് സിയാമി ബഅദ റമളാൻ. റമളാൻ മാസത്തെ ഫർളായ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പുണ്യമായ നോമ്പ് ശഹ്റുല്ലാഹ് അൽ മുഹറം, അല്ലാഹുവിന്റെ മാസമായ മുഹറത്തിലെ നോമ്പാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടെന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, സങ്കടങ്ങളുമായി വന്നവരെ, നമ്പരങ്ങളുമായി വന്നവരെ, എളിയവനായി ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ ജീവിത കാലഘട്ടങ്ങളിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നാഥനായ റബ്ബ് ചെയ്തു കൊടുത്തത് ഈ മുഹറം മാസത്തിലാണ്. അതും മുഹറം 10-നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്ത ഈ പരിശുദ്ധ മാസം മുഹറം 10 അറിയുമോ? ആശുറ എന്ന പേരിൽ അറിയപ്പെടുന്ന മുഹറം 10. ആ മുഹറം 10ന്റെ ശ്രേഷ്ഠത കേൾക്കണേ ഉമ്മ, ശ്രേഷ്ഠത കേൾക്കണേ പെങ്ങന്മാരെ. ഇവിടെ രോഗം കൊണ്ട് വന്നവരുണ്ട്, വിഷമങ്ങൾ കൊണ്ട് വന്നവരുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഒറ്റ വാക്കിൽ എണ്ണാൻ പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണേ, നിങ്ങൾ ശ്രദ്ധിക്കണേ. മുഹറം 10 ഒരു ചില്ലറ സംഗതിയല്ല. കേൾക്കണേ സഹോദരങ്ങളെ. അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആദ്യമായി അല്ലാഹ് പടച്ചത് മുഹറം 10-നാ. ആദം നബിയുടെ തൗബ അല്ലാഹ് സ്വീകരിച്ചത് മുഹറം 10-നാ. അല്ലാഹു സ്വർഗ്ഗത്തിൽ നിന്ന് ആദം നബിയെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് മുഹറം 10-നാ. ആകാശം അല്ലാഹ് പടച്ചാൻ തുടങ്ങിയത് മുഹറം 10-നാണ്. ഭൂമി അല്ലാഹ് പടക്കാൻ തുടങ്ങിയത് മുഹറം 10-നാണ്. മഴ അല്ലാഹു പടച്ചത് മുഹറം 10-നാണ്. ഭൂമിയിലേക്ക് ആദ്യമായി മഴ പെയ്തത് മുഹറം 10-നാണ്. കഴിഞ്ഞില്ല സഹോദരങ്ങളെ, അല്ലാഹു അർശിനെ പടച്ചത് മുഹറം 10-നാണ്. അല്ലാഹുവിന്റെ ലൗഹ് പടച്ചത് മുഹറം 10-നാണ്. അല്ലാഹുവിന്റെ ഖലം പടച്ചത് മുഹറം 10-നാണ്. ഭക്ഷണം പടച്ചത് മുഹറം 10-നാണ്. ആദ്യമായി മരങ്ങൾ മുളച്ചത് മുഹറം 10-നാണ്. ആ മരങ്ങളിൽ കായ്ക്കനികൾ ഉണ്ടായത് അത് മുഹറം 10-നാണ്. ആദ്യമായി സസ്യം മുളച്ചത് മുഹറം 10-നാണ്. ആ കായ്ക്കനികൾ ഉണ്ടായത് മുഹറം 10-നാണ്. കഴിഞ്ഞില്ല, ഒരുപാട് സംഭവങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി നൂഹ് നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് വെള്ളപ്പൊക്കം വന്നില്ലേ? തൂഫാൻ എന്ന വെള്ളപ്പൊക്കം വന്നപ്പോ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 950 കൊല്ലം ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോ, ഉപ്പയോട് മകൻ പോലും ധിക്കരിച്ചപ്പോ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബിയോട് കപ്പൽ നിർമ്മിക്കാൻ പറഞ്ഞു. ആ കപ്പലിൽ കയറ്റി കൊണ്ടുപോയി. എന്നിട്ട് ആ കപ്പൽ കയറിയപ്പോ അല്ലാഹു വെള്ളപ്പൊക്കം നൽകി. സർവവും നശിച്ചപ്പോ നൂഹ് നബിയുടെ കപ്പല്, അതിലുണ്ടായിരുന്ന മുഅ്മിനീങ്ങൾ, സസ്യങ്ങൾ, മരങ്ങൾ, ജീവജാലങ്ങൾ, അത് നങ്കൂരമിട്ടത് മുഹറം 10-നാ. എന്ന് പറഞ്ഞ വെള്ളപ്പൊക്കത്തിൽ നിന്ന് നൂഹ് നബി അല്ലാഹു രക്ഷപ്പെടുത്തിയത് മുഹറം 10-നാ. ഇദ്രീസ് നബിക്ക് ഉന്നത സ്ഥാനം അല്ലാഹു നൽകിയത് മുഹറം 10-നാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം നബി, സഹോദരങ്ങളെ, ഞാൻ സഹിക്കുന്ന പീഡനങ്ങളൊന്നും പീഡനമല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീയിലേക്ക് വലിച്ചെറിയാൻ പദ്ധതി ആവിഷ്കരിച്ചില്ലേ? നമ്രൂദ് രാജാവിന്റെ കിങ്കരന്മാർ വിറകുകൾ കൂട്ടിയില്ലേ? ആ വിറകുകൾ കത്തിച്ച് കത്തിച്ച് വിറകിന്റെ മുകളിലൂടെ തീജ്വാലകൾ ആകാശത്തേക്ക് പറന്നപ്പോ ഇബ്രാഹിം നബി കുറ്റം ചെയ്തോ? ഇല്ല. ഇബ്രാഹിം നബി പാവമാണ്. ഇബ്രാഹിം നബിയെ തീയിലേക്ക് എറിഞ്ഞില്ലേ? അല്ലാഹ് പറഞ്ഞു, തീയേ എന്റെ ഇബ്രാഹിമിന് നാറുകൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ഇബ്രാഹിം നബിക്ക് തീ തണുപ്പായത് അത് മുഹറം 10-നാ. കഴിഞ്ഞില്ല, ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യാഖൂബ്, യാക്കൂബ് നബിന്റെ മകനാകുന്ന യൂസുഫ് നബിയെ പരിചയമുണ്ടോ? യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വന്തം സഹോദരങ്ങൾ യൂസുഫ് നബിയെ പൊട്ടക്കിണറ്റിൽ തള്ളി. എന്നിട്ട് യൂസുഫ് നബിയുടെ ഷർട്ടിൽ ചെന്നായെ അറുത്തിട്ട്, ആടിനെ അറുത്തിട്ട് രക്തം പുരട്ടിയിട്ട് യാക്കൂബാകുന്ന ബാപ്പാ കൊണ്ടുപോയി കൊടുത്തു. വാപ്പാ, യൂസുഫിനെ ചെന്നായ ചെന്നു. വാപ്പാ, യൂസുഫിനെ ചെന്നായ കടിച്ചു. വാപ്പാ, ഞങ്ങള് യൂസുഫിനെ പിടിച്ചു പറിച്ചപ്പോ യൂസുഫിന്റെ കുപ്പായം കീറിയ രക്തമാണിത്. വാപ്പാ, ഒരു പിതാവിന്റെ നമ്പരങ്ങളെ, പിതാവിന്റെ സങ്കടങ്ങളെ, പിതാവിന്റെ സന്താപം. യൂസുഫിന്റെ ബാപ്പ യാക്കൂബ് കരഞ്ഞു. കരഞ്ഞു കരഞ്ഞ് യൂസുഫ് നബിയുടെ പിതാവ് യാക്കൂബ് നബിയുടെ കണ്ണിന്റെ കാഴ്ച പോയി. ഉമ്മ, യാക്കൂബിന്റെ കണ്ണിന്റെ കാഴ്ച പോയി. എത്രയോ ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 40 കൊല്ലക്കാലം കണ്ണുപൊട്ടനായി ജീവിച്ചു.
ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. എത്ര കൊല്ലം? 40 കൊല്ലം യാക്കൂബിന് കണ്ണില്ല. ജന്മനാ കണ്ണുപൊട്ടനല്ല, വാപ്പ കരഞ്ഞിട്ട് കണ്ണിന്റെ കാഴ്ച പോയതാ. 40 കൊല്ലം കഴിഞ്ഞ് അവസാനം യാക്കൂബ് നബി ഈജിപ്തിൽ നിന്നും തന്റെ ഷർട്ട് കൊടുത്തയച്ചിട്ട് പറഞ്ഞു, എന്റെ വാപ്പാന്റെ മുഖത്തിടണേ. വാപ്പാന്റെ മുഖത്ത് യൂസുഫ് നബിയുടെ ഷർട്ട് ഇട്ടപ്പോ യാക്കൂബ് നബിയുടെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടി. അത് മുഹറം 10-നാ. ശരിക്കും ഇവിടെ മനസ്സിലാക്കണം, എല്ലാവരും മനസ്സിലാക്കണം. യാക്കൂബ് നബിയുടെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടിയത് മുഹറം 10-നാണ്. കഴിഞ്ഞില്ല. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജയിലിലായിരുന്നു. നമുക്ക് ശരിക്കും മനസ്സിലാക്കണം, 12 കൊല്ലമാണ് യൂസുഫ് നബി ജയിലിൽ കിടന്നത്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 12 കൊല്ലത്തിന്റെ ശേഷം ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടത് അത് മുഹറം 10-നാ. എന്താ വേണ്ടി? ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം, ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടത് മുഹറം 10-നാ. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ, ധൈര്യമായി പറയണം, കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊല്ലാൻ വേണ്ടി പിന്തുടർന്നുള്ള ഫിർഔൻ ചക്രവർത്തി മൂസാ നബി ഓടി. മൂസാ നബി നദിയുടെ തീരത്തെത്തിയപ്പോ അള്ളാഹു പറഞ്ഞു, മൂസാ വടികൊണ്ട് സമുദ്രത്തിൽ അടിക്കുക. മൂസാ നബി അടിച്ചു. സഹോദരങ്ങളെ, ആ അടിയിൽ നദി നെടുകെ പിളർന്നു. 2 ഭാഗത്തും വെള്ളം ഇങ്ങനെ വന്നു. നടുവിലൂടെ റോഡ് കെട്ടിക്കൊടുത്തു അല്ലാഹ്. ആ സമയത്ത് മൂസാ നബി ആ റോട്ടുമ്മക്കാണ്ടി ഇറങ്ങി. ചില്ലറ കേസങ്ങൾ. മൂസാ നബിയോട് കൂടെ എത്ര ആളുടെ അറിയാം? 16 ലക്ഷം ആളുകൾ. നമ്മൾ വിചാരിച്ച് ഒരു ചെറിയ ഇടവഴിയായിരുന്നു ആണ് മണ്ടി കഴിച്ചിലായ ചങ്ങ കഴിച്ചില്ല. 16 ലക്ഷം ഇസ്രായേലുകളുമായി ബഹുമാനപ്പെട്ട മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം നദി കടന്നുപോയി. അത് മുഹറം 10-നാണ്. ബേക്കിൽ വന്നു ഫിർഔൻ. ഫിർഔന്റെ കൂടെ എത്ര ആളുണ്ടെന്ന് അറിയോ? ഫിർഔനോട് കൂടെ 6 ലക്ഷം പട്ടാളക്കാരാണ്. ഖുർആൻ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിച്ചു സിമ്പിൾ പരിപാടിയൊന്നും. മൂസാ നബിയും 16 ലക്ഷവും കടന്നാണ്ട് പോയി. ഫിർഔനും 6 ലക്ഷവും വന്നു. നദിയിലെത്തിയപ്പോ അവര് മുങ്ങിച്ചത്തു. ഫിർഔനെ മുക്കി കൊന്നത് മുഹറം 10-നാണ്. ഏകദേശം ഈ മുഹറം 10 നമ്മൾ എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. അള്ളാഹു നമുക്ക് തരട്ടെ. കഴിഞ്ഞില്ല. ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, യൂനുസ് നബിയെ പരിചയമുണ്ടോ? ബഹുമാനപ്പെട്ട യൂനുസ് നബി ഖുർആൻ പറയുന്നുണ്ട്, നീനവ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പറഞ്ഞേച്ച യൂനുസ് നബിയെ ഓർക്കണേ നബിയെ. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉടമയുടെ അനുവാദമില്ലാതെ ഒളിച്ചോടുകയായിരുന്നു. ഒളിച്ചോടത്തിനിടയിൽ ഒരു കപ്പലിൽ കയറി. ശ്രദ്ധിക്കണേ ചെറുപ്പക്കാരെ, ഉടമയുടെ അനുവാദമില്ലാതെ യൂനുസ് നബി ഒളിച്ചോടത്തിനിടയിൽ ഒരു കപ്പലിൽ കയറി. ആ കപ്പൽ കയറിയപ്പോ സമുദ്രത്തിന്റെ തടാകത്തിലൂടെ കടന്നു പോകുമ്പോ ആ കപ്പൽ ഇങ്ങനെ ഉലയാൻ തുടങ്ങി. കപ്പൽ ആടി ഉലയാൻ തുടങ്ങിയപ്പോ ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സഞ്ചരിക്കുന്ന കപ്പലെ ജനങ്ങൾ പറഞ്ഞു, ഇതിൽ ഏതോ ഒരു ഉടമയുടെ സമ്മതമില്ലാതെ പുറപ്പെട്ട മനുഷ്യനുണ്ട്. സോഫാത്തിൽ പറയുന്നുണ്ട് ചരിത്രം. നറുക്കിടാൻ തീരുമാനിച്ചു. നറുക്കിട്ടു. നറുക്ക് വീണതാർക്കാ? യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. യൂനുസേ, നിങ്ങൾ ഈ സമുദ്രത്തിലൂടെ നടക്കാൻ പറ്റില്ല, ഈ കപ്പല് മറിയാൻ പോവുകയാണ്. യൂനുസ് നബി എടുത്തിട്ട് സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ഒരു തിമിംഗലം വന്നിട്ട് യൂനുസ് നബിയെ അപ്പാടെ വിഴുങ്ങി കഴിഞ്ഞു. വിഴുങ്ങി യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു തിമിംഗലം. പക്ഷെ അള്ളാഹ് പറഞ്ഞിരുന്നു, കൊല്ലരുത്, ഊമ്പിറ്റ് തുപ്പണം എന്നുള്ള ഓർഡർ ആയതുണ്ടായിരുന്നു. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിന്റെ ഉള്ളിൽപ്പെട്ടു. രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. അവസാനം യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് ഒരു ദിക്ർ ചൊല്ലുകയാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, ഞാനൊരു തെറ്റ് ചെയ്തതിന്റെ പേരിലായേക്കാം നീ എന്നെ മത്സ്യവയറ്റിലേക്ക് ഇരുട്ടിലേക്ക് പറഞ്ഞയച്ചത്. ഇരുട്ടിൽ നിന്ന് എനിക്കൊരു വെളിച്ചത്തിലേക്ക് പ്രയാണം കാണിക്കണേ അല്ലാഹ്. ഇതാണ്ട് ചൊല്ലിയപ്പോ ജോർദാൻ നദി ചേരുന്ന ഇസ്രായേലിന്റെ ഒരു പ്രദേശത്തുള്ള ജാഫ കടപ്പുറത്ത് ബഹുമാനപ്പെട്ട യൂനുസ് നബിയെ മത്സ്യം കൊണ്ടുവന്ന് തുപ്പി. ഇന്നും നിങ്ങൾ പോയാൽ കാണാം, അവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ പേര് മസ്ജിദ് യൂനുസ് എന്നാണ്. ജോർദാൻ നദി
ആ ജോർദാൻ നദിയുടെ ചാരത്ത് വെച്ചിട്ടാണ് ദജ്ജാലിനെ ഈസാ നബി കൊല്ലുക. ജാഫ കടപ്പുറത്ത് യൂനുസ് നബിയെ തുപ്പി ഈ മീൻ. അവിടെ ഒരു മസ്ജിദ് യൂനുസ് ഉണ്ട്. മാത്രമല്ല ഖുർആൻ പറയുന്നുണ്ട് അവിടെ ഞാൻ ഒരു മരം മുളപ്പിച്ചു. പറയുന്നുണ്ട്, അല്ലാഹ് പറയുന്നുണ്ട് ഞാൻ അവിടെ ഒരു മരം മുളപ്പിച്ചു. കാരണം ഈ തൊലിയാണ് നീങ്ങിപ്പോയാൽ പിന്നെ അതിന്റെ അടിയിൽ എന്താ ഉണ്ടാവുക? പച്ചർച്ചല്ല. യൂനുസ് നബി അങ്ങോട്ട് ഊമ്പിയിട്ടാണ് തുപ്പിക്കണം. മേത്ത് തൊലില്ല, പച്ചർച്ചി. ഈച്ചകളും പ്രാണികളൊക്കെ വന്ന് പെട്ടെന്നിരിക്കും. അള്ളാഹു അവിടെ ഒരു മരം മുളപ്പിച്ചു. ആ മരം ചെരങ്ങയുടെ മരമായിരുന്നു എന്നാണ്. ചൊരക്ക എന്ന് പറയും, നമ്മുടെ നാട്ടിൽ ചെരങ്ങ എന്ന് പറയും. ചെരങ്ങ മരമാണ് മുളപ്പിച്ചത്. അതുകൊണ്ട് ചെരങ്ങ അള്ളാഹുവിന്റെ റസൂൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പച്ചക്കറി ആയിരുന്നു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ചെരങ്ങ അവിടെ മുളച്ചു. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മത്സ്യവയറ്റിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തി. അത് മുഹറം 10-നാണ്. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. കഴിഞ്ഞില്ല. ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്ത് ഏറ്റവും വലിയ ക്യാൻസർ, ഏറ്റവും വലിയ അർബുദം വന്ന പ്രവാചകനാണ് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി അയ്യൂബ്. നമ്മൾ അർബുദമല്ല, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ റഹ്മത്ത് ബീവിയെ പരിചയമുണ്ടോ? റഹ്മത്ത് ബീവി അയ്യൂബ് നബിയെ പരിപാലിച്ചിട്ടുണ്ട്. അയ്യൂബ് നബിക്ക് മാരകമായ അർബുദം വന്നിട്ട് ശരീരമാകെ പുഴുത്ത് വർണ്ണങ്ങളായി, മുറിവായി, അല്ലാത്ത അങ്കലാപ്പിൽ വിഷമത്തിനായി വിശദീകരിക്കുന്നില്ല. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വല്ലാതെ പ്രയാസപ്പെട്ടപ്പോ സഹോദരങ്ങളെ അയ്യൂബ് നബി ഒരു ദിക്ർ ചൊല്ലുകയാ. റബ്ബിന്നി മസ്സനിയൽ ദുർറു വഅൻത അർഹമുർ റഹീമീൻ. പടച്ചവനെ ഞാനൊരു പ്രയാസത്തിലാണ്, നീ കാരുണ്യമുള്ളവനിൽ കൃപയുള്ളവനല്ലേ അല്ലാഹ് എന്ന ദിക്ർ ചൊല്ലിയപ്പോ അയ്യൂബ് ഇവിടെ രോഗം അല്ലാഹ് മാറ്റിക്കൊടുത്തത് അത് ഒരു മുഹറം 10-നാ. എന്താ വേണ്ടി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ജുദായിസന്മാരെ ഒറ്റുകൊടുത്തപ്പോ ഈസാ നബി അല്ലാഹു ആകാശത്തിലേക്ക് ഉയർത്തിയില്ലേ? അത് മുഹറം 10-നാണ്. കഴിഞ്ഞില്ല. ഖിയാമത്ത് നാൾ സംഭവിക്കാൻ പോകുന്നുണ്ട്. ഖിയാമത്ത് നാൾ സംഭവിക്കാൻ പോകുന്നുണ്ട്. ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് ഒരു വെള്ളിയാഴ്ചയാണ്. അതും മാത്രമല്ല അതൊരു മുഹറം 10-നാ. കഴിഞ്ഞില്ല സഹോദരങ്ങളെ. സുലൈമാൻ നബിക്ക് അല്ലാഹു അധികാരത്തിന്റെ ചെങ്കോല് കൊടുത്തത് മുഹറം 10-നാ. ഏകദേശം 28 അത്ഭുതങ്ങളായി. 28 ആകാശത്തെ പടച്ചു, ഭൂമിയെ പടച്ചു, അർശനെ പടച്ചു, ലൗഹും കലമും പടച്ചു, മഴയെ പടച്ചു, ഭക്ഷണങ്ങൾ പടച്ചു, സസ്യങ്ങളെയും പഴങ്ങളെയും പടച്ചു, അതിനെ മുളപ്പിച്ചു. സ്വർഗം ആദ്യമായി പടച്ചു, ആദ്യമായി മഴ പെയ്തു. ആദം നബിയെ പടച്ചു, ആദം നബിയുടെ തൗബ സ്വീകരിച്ചു, നൂഹ് നബിയെ രക്ഷപ്പെടുത്തി, ഇദ്രിസ് നബിക്ക് സ്ഥാനം നൽകി, ഇബ്രാഹിം നബിയെ രക്ഷപ്പെടുത്തി, യാക്കൂബ് നബിക്ക് കാഴ്ച തിരിച്ചു കൊടുത്തു, ഈ യൂസുഫ് നബിയെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തി, മൂസാ നബിയെ രക്ഷപ്പെടുത്തി, ഫിർഔനെ മുക്കിക്കൊന്നു, യൂനുസ് നബിയെ രക്ഷപ്പെടുത്തി, അയ്യൂബ് നബി രക്ഷപ്പെടുത്തി, ഈസാ നബി രക്ഷപ്പെടുത്തി. ഇതൊക്കെ മുഹറം 10-നാണ്. അതുകൊണ്ട് മുഹറം 10-ന് നോമ്പ് നോൽക്കൽ സുന്നത്താണ്. കാരണം അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല